മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിമാനം, മലങ്കര നസ്രാണികളുടെ പരമാധ്യക്ഷൻ, പരിശുദ്ധ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും നസ്രാണികളുടെ പ്രിയപ്പെട്ടവനെന്നറിയപ്പെടുന്ന ജാതിക്ക് കർത്തവ്യൻ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ, മുടിയും ചെങ്കോലും ശ്ലൈഹിക സിംഹാസനവും കടമില്ലാതെ മുതലായുള്ള മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ, സ്വയം ശോഷകത്വവും സ്വയം ഭരണാവകാശവുമുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ, സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം മാർത്തോമാ നസ്രാണികൾ ഞങ്ങളുടെ സന്തതി പരമ്പരകളും വൈദേശിക മേൽക്കോയ്മയ്ക്ക് അടിമകളാവുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഈ ചരിത്ര ഭൂമിയിലേക്ക് മലങ്കര നസ്രാണികളുടെ പരമാധ്യക്ഷൻ ഇതാ എഴുന്നള്ളുകയാണ്. കത്തിച്ച മെഴുകുതിരികളുമായി വിശ്വാസികൾ ഇതാ പരിശുദ്ധ പിതാവിനെ ഈ ചരിത്ര ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീയിൽ കുരുത്ത് ജ്വലിച്ച നാളമായ മാർ ദിവന്നാസിയോസ് പിതാവിനാലോ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ശുദ്ധനായ മാർ ഗ്രിഗോറിയോസിന്റെയും മധ്യസ്ഥതയും കാവലും എന്നും നിലകൊള്ളുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ പിതാവ് പരിശുദ്ധ കാതോലിക്ക ഇതാ ഈ ചരിത്ര ഭൂമിയിലേക്ക് എഴുന്നള്ളുകയാണ്. ശുഭചിഹ്നമായ വിജയക്കൊടിയായ നസ്രാണികളുടെ അഭിമാനമായ കൂനൻകുരിശ് ഇതാ ഈ ചരിത്രഭൂമിയിൽ ഉയർത്തപ്പെടുകയാണ്. കുഞ്ഞിക്കുരിശ് എന്ന കൂനൻകുരിശ് ഇതാ ഈ ചരിത്രഭൂമിയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിന്റെ കരങ്ങൾ കൊണ്ട് ഈ കുരിശ് ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനോലം മാതാമനോലം ഒരുപോലെങ്ങും മാർത്തോമാ മാർഗി വറുകി സഹദാലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്കായി പ്രാർത്ഥനയേൻ സമയമീതല്ലോ മാർഗി വറുകി പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം ബാറക്കുമോ ബോല റൂഹോ കാദീശോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടി ചൂടിയിടുന്ന റൂഹാവം നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും കോപത്തിൻ വടികളെയും മായിച്ചിടാ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഈ പരിശുദ്ധ ദേവാലയം. പൂർവിക സൂര്യകളാകുന്ന നമ്മുടെ പൂർവിക പിതാക്കന്മാര് മട്ടാഞ്ചേരിയുടെ മണ്ണിലെടുത്തതായ കൂനൻകുരിശ് കൽക്കുരിശ് സത്യപ്രതിജ്ഞയെ അതിൻ്റെ സ്മരണാദിനത്തെ നമ്മൾ സാഘോഷം കൊണ്ടാടുവാൻ തക്കണമാണല്ലോ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. പരിശുദ്ധ വേദപുസ്തകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏത് വിമോചനകർക്കും വിമോചിതർക്കും ആശ്വാസം അരുളുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. മോശ എന്ന അതുല്യ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൻ്റെ നുകത്തിൽ കഴിഞ്ഞിരുന്നതായി ഇസ്രയേൽ ജനത വിമോചനം ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ
ദൈവം അവരോട് കൂടെയിരുന്ന് അവരെ വഴി നടത്തുകയും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി അവരോട് കൂടെയിരുന്ന് അവരെ വഴി നടത്തുകയും ചെയ്ത ദൈവം വാഗ്ദത്ത നാടാകുന്ന കനാൻ നാടിൻ്റെ സ്വതന്ത്ര മണ്ണിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തി. കൂനിൻ കുരിശ് സത്യത്തിൽ കൂടെ മലങ്കര സഭയുടെ അടിമത്വത്തെയും വൈദേശിക നുഖത്തെയും നമ്മിൽ നിന്ന് ദൂരീകരിക്കുവാൻ തക്കോണം പൂർവിക പിതാക്കന്മാര് മലങ്കര നസ്രാണികളുടെ നേതാവായിരുന്നതായ അർക്കദിയാക്കോന്റെ നേതൃത്വത്തിൽ ഈ മണ്ണിൽ ഒരുമിച്ച് ചേരുകയും ആ വൈദേശിക ആധിപത്യത്തെ നമ്മുടെ തോളിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധമാകുന്ന മണ്ണില് പൂർവികന്മാർ പിതാക്കന്മാർ ഒത്തുചേരുകയും 6-ാം ദിവസമാകുന്ന വെള്ളിയാഴ്ച ദിവസം 2016 ജനുവരി മാസം 3-ാം തീയതി ഇവിടെ നാട്ടപ്പെട്ടിരുന്നതായ കൽക്കുരിശിൽ ആലാത്ത് കെട്ടി വൈദേശിക അടിമത്തത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചെറിയുകയും വാഗ്ദത്ത നാടാകുന്ന കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചതായ ജനം മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാടാകുന്ന കനാൻ നാട്ടിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചതുപോലെ മലങ്കര നസ്രാണികളുടെ പൂർവ്വപിതാവായിരുന്ന അർക്കദിയാക്കോന്റെ നേതൃത്വത്തിൽ ഈ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചതായ ഈ പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും ആ പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യം കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുകയും ചെയ്ത ആ പിതാക്കന്മാരുടെ സ്മരണയെ നമ്മളിപ്പോൾ അനുസ്മരിക്കുകയാണ്. 363-ാം സ്മരണ കൊണ്ടാടുന്നതായ ഈ ധന്യ മുഹൂർത്തത്തില് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കരയുടെ മെത്രാപ്പൊലീത്തയുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മോറാൻമാർ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവാ തിരുമനസ്സുകൊണ്ട് മലങ്കര നസ്രാണികളുടെ ജാതിക്ക് കർത്തവ്യൻ എന്ന നിലയിൽ തന്നെ ഈ മട്ടാഞ്ചേരിയുടെ മണ്ണിൽ എത്തിച്ചേരുകയും ആ പരിശുദ്ധ പിതാവ് നസ്രാണി പൂർവ്വ പിതാക്കന്മാരായ നമ്മുടെ പൂർവ്വ സൂര്യകളുടെ സ്മരണയെ കൂടുതൽ പ്രവചനമാക്കുന്നതിനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ വിശ്വാസം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പരിശുദ്ധ പിതാവ് ഈ 363-ാം വാർഷിക ദിനത്തില് ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതായ കൽക്കുരിശ് പുനഃപ്രതിഷ്ഠാ കർമ്മവും പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുവാൻ കാണാൻ പോവുകയാണ്. ഈ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ തിരക്കേറിയ ഈ നിമിഷത്തില് ഈ പരിശുദ്ധ സഭയോടുള്ളതായ ആ വലിയൊരു താല്പര്യവും തീവ്രതയും മനസ്സിലുള്ളതുകൊണ്ട് ഈ മണ്ണിലേക്ക് വന്ന് ഈ പരിശുദ്ധ കർമ്മം നിർവഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ വളരെ ഹൃദ്യമായി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ആ തൃപ്പാദത്തില് സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ സമർപ്പിച്ച് വളരെ സ്വാഗതത്തോടെ വളരെ താല്പര്യത്തോടെ പരിശുദ്ധ ബാബാ തിരുമേനിയെ സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധ കുർബാനെ അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ച് MS യൂഹാനോൻ റമ്പാച്ചനാണ്. ഓർത്തഡോക്സ് തിയോളജിക്കൽ വൈദിക സെമിനാരിയുടെ വാർഡനായിട്ട് റമ്പാച്ചൻ സുദീർഘമായ നിലയിൽ സേവനമനുഷ്ഠിക്കുന്നു. റമ്പാച്ചനോടുള്ളതായ നന്ദി, റമ്പാച്ചനെയും വളരെ സന്തോഷത്തോടെ ഈ പരിശുദ്ധമാകുന്ന ദിവസത്തിൽ ഈ പരിശുദ്ധ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സീനിയർ വൈദികരിൽ ഒരുവനായിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ജോൺ ദാനിയൽ കോറപ്പിസ്കോപ്പ അച്ഛനും ഇന്നലെ സന്ധ്യ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യം നമുക്കേറെ അനുഗ്രഹപ്രദമായിരുന്നു. ഈ സദസ്സിലേക്ക് അച്ഛനെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിശുദ്ധ സഭയുടെ അൽമായ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫ്, അദ്ദേഹവും വളരെ സന്തോഷത്തോടെ ഈ പരിശുദ്ധമാകുന്ന ദിവസത്തിൽ ഈ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ മാന്യ വ്യക്തിത്വത്തെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അദ്ദേഹം സീനിയർ അഡ്വക്കേറ്റാണ്. സുപ്രീം കോർട്ടിലെ, ഹൈക്കോർട്ടിലെ അതുപോലെയുള്ള തന്നെ
അദ്ദേഹം ഫാക്കൽറ്റി മെമ്പറായിട്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വാർത്താമാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായ സാമൂഹിക ഉപദേഷ്ടാവ് കൂടിയാണ്. ആ പ്രിയ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ അവர்களെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എക്സ്-MLA ബഹുമാനപ്പെട്ട TS ജോൺ അവർ സാറും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സാറിനോടും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പരിശുദ്ധ ആലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധമാകുന്ന ഈ ദിവസത്തിൽ നമ്മുടെ കൊച്ചി പ്രദേശത്തുള്ളതായ എല്ലാ ദേവാലയങ്ങളിലെയും വികാരിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഒറ്റവാക്കില നന്ദിയോടെ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയ വിശ്വാസികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ആശീർവാദ പ്രസംഗം നടത്തും. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ആശീർവാദ പ്രസംഗം നടത്തും. പ്രിയങ്കരനായിരിക്കുന്ന MS യൂഹാനോൻ റമ്പാച്ചൻ, സഭയിലെ ഒരു സീനിയർ കോറപ്പിസ്കോപ്പയായിരിക്കുന്ന വന്യനായ ജോൺ ദാനിയേൽ കോറപ്പിസ്കോപ്പ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, നഗരസഭയുടെ അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് നമ്മുടെ വിശ്വാസികളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫ്, പ്രിയങ്കരനായിരിക്കുന്ന ശ്രീ TS ജോണ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അതുപോലെ ഈ കുനങ്കുരിശ് സത്യത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ അഹോരാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ചുമതലക്കാരായ പലരുണ്ട്. അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരൊക്കെ ഇവിടെ സന്നിഹിതരാണ്. ജോൺ സാമുവൽ നേരത്തെ തന്നെ ഇവിടെ ഹാജരാണ്. അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഈ ഫോർട്ട് കൊച്ചി ദേവാലയത്തിൽ വന്നു കടന്നു വന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, മാത്രമല്ല സഭയുടെ പല ഭാഗങ്ങളിൽ നിന്നും പ്രാതിനിധ്യഭാവത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ, എന്താണ് ഈ സമയത്ത് പറയേണ്ടത് എന്ന് വളരെ ആലോചനയോടെ ഞാൻ വാക്കുകൾക്ക് വേണ്ടി തപ്പിത്തടയുകയാണ്. 363 വർഷങ്ങൾക്ക് പുറകിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ഭാവനയും ഒന്ന് തിരിഞ്ഞ് ചെന്നെത്തുകയാണ്. നമ്മുടെ കാരണവന്മാർ എത്രമാത്രം ശുഷ്കാന്തിയുള്ളവരായിരുന്നു മലങ്കര സഭയെക്കുറിച്ച് എന്നുള്ളത് ആ ചരിത്ര സംഭവത്തിലൂടെ നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ കാതുകൾക്കും കണ്ണുകൾക്കും നേരെ കാണത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണം ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. 100-300 വർഷക്കാലം ഇവിടെ ഈ കൂനംകുരിശ് സത്യത്തിന് സാക്ഷ്യം വഹിച്ച ഈ മണ്ണിൽ അതിനോടനുബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും അതിനേറ്റവും പ്രധാനമായി നാം സങ്കല്പിച്ചിരുന്ന ഒരു കുരിശിൻ്റെ സാന്നിധ്യവും ഒരിക്കൽ കൂടെ അയവിറക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ കുളിർമയും കഴിഞ്ഞുപോയ പൂർവിക പിതാക്കന്മാരുടെ തീഷ്ണതയും സഭയോടുള്ള അവരുടെ അത്യാഹ്ലാദകരമായ അവരുടെ കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഇവിടെ വളരെ അധികം നാം ശ്രദ്ധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ സന്ദേശവും ഒരു വലിയ പ്രചോദനവുമായി നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മണ്ണിൽ ഈ 363 വർഷങ്ങൾക്ക് മുൻപ് സാധാരണക്കാരായ മലങ്കര നസ്രാണികൾ സിംഹം പോലെ ഉണർന്നെഴുന്നേറ്റ് അവരവരുടെ
അവർക്ക് ലഭിച്ച ഈ സന്ദർഭത്തിൽ വിദേശ മേധാവിത്വത്തിനെതിരെ അവരെ ഗർജിച്ചുകൊണ്ട് അവരെ പ്രതിജ്ഞയെടുത്തു. ഒരുപക്ഷെ അങ്ങനെയുള്ള പൂർവികരുടെ ഇപ്രകാരമുള്ള തീഷ്ണതയും ശുഷ്കാന്തിയുമാണ് മലങ്കര സഭയ്ക്ക് ഇന്നും വലിയ പ്രചോദനം നൽകുവാൻ കാരണമാകുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. കാലം ചെയ്ത 5-ാം മാർത്തോമ ഏറെ വർഷക്കാലം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ശാക്രള ബാവ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എത്രയോ ചരിത്രം ഉറങ്ങി കിടക്കുന്നൊരിടമാണ് ഇതെന്നുള്ളത് അത് ആലോചിക്കുമ്പോൾ നമുക്ക് വാക്കുകൾ ഒട്ടും തന്നെ തെരഞ്ഞെടുത്ത് പെറുക്കി പറയുവാൻ എളുപ്പമാണെന്ന് എനിക്ക് വിചാരമില്ല. ഇപ്പോഴ് ആ സ്മരണം മുഴുവനും ഒന്ന് പൂർത്തീകരിക്കത്തക്കവണ്ണം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യതിരിക്തമായ, രണ്ടാമത് ഒന്ന് പറയാനില്ലാത്ത വിധത്തിലുള്ള അതുല്യമായ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നേറുകയാണ്. എത്രമാത്രം ഇതിന്റെ പുറകിൽ ഈ കമ്മിറ്റി അംഗങ്ങളും ഈ ദേശത്തുള്ളവരും ഇതിനോട് ബന്ധപ്പെട്ടവരും കഷ്ടപ്പെടുന്നുണ്ടെന്ന് നല്ലതുപോലെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏതാനും പേരെ ഇവിടെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ മുഹൂർത്തം വീണ്ടും നമ്മുടെ കണ്ണുകൾക്ക്, കാതുകൾക്ക് അനുഭവിക്കത്തക്കവണ്ണം ഇവിടെ ക്രമീകരിക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു, ഏറെ അധികം സന്തോഷിക്കുന്നു. പഴമയെ പലപ്പോഴും നാം വേണ്ടതുപോലെ തിരിച്ചറിയാറില്ല. അത് തിരിച്ചറിയാതെ വരുമ്പോൾ മലങ്കര നസ്രാണികളുടെ ശൗര്യവും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ ഈ പഴമയുടെ അല്ലെങ്കിൽ ഈ 3 നൂറ്റാണ്ടിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ പൂർവികന്മാർ എന്തെല്ലാം അനുഭവിച്ചു, എന്തെല്ലാം പ്രവർത്തിച്ചു, അവരുടെ കണ്ണുകളും കാതുകളും ഏതെല്ലാം തലത്തിൽ അവരെ ഉപയോഗിച്ചു എന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ സ്മരണ തീർച്ചയായും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഫോർട്ട് കൊച്ചി പള്ളിയായിരുന്നാലും ഇവിടെയുള്ള ഇടവക ദേശവാസികളായിരുന്നാലും അതുപോലെ തന്നെ മലങ്കര സഭയുടെ പരിശുദ്ധ സുന്നതോസ് ആയിരുന്നാലും മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ആയിരുന്നാലും അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് നൽകുന്ന താല്പര്യവും പ്രചോദനവും പിൻബലവും ഏറെ ശ്ലാഘനീയമാണ്. മാത്രമല്ല ഇന്ന് നമുക്കറിയാം മലങ്കര സഭയെ 10-35 വർഷക്കാലം അതിന്റെ പരമോന്നത സ്ഥാനത്തിരുന്ന് ഈ സഭയെ നയിച്ച പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവ തിരുമനസിലെ 52ാമത്തെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്നെന്നുള്ളത്. ഇത് ഒരു പക്ഷേ ഒരു കോയിൻസൈഡൻസ് ആകാം. അത്രയും പ്രാധാന്യമുള്ള ഒരു പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ സന്ദർഭത്തിലും കൂടിയാണ് നാം ഇവിടെ ഈ കൂനംകുരിശിന്റെ സ്മരണ ഇവിടെ പുലർത്തുന്നത്. അത് വീണ്ടും നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തുന്നത് എന്നുള്ളതും നിസ്സാരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും വിശ്വാസികളും അതുപോലെ തന്നെ സമൂഹത്തിലെ വളരെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒത്തിരി പലരും ഇവിടെ സന്നിഹിതരാണ്. അവരൊക്കെയും ഈ വക കാര്യങ്ങളിലെ നമുക്ക് വലിയ പ്രചോദനമാണ്. ഈ പൂർവിക സ്മരണ എന്നും നിലനിർത്തണം. അത് കാരണം ഭാരതത്തിലെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ കടന്നു വന്ന് ഇവിടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി, ക്രിസ്തുവിന്റെ സുവിശേഷം എന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു തലമുറയുടെ അനന്തര സന്താനങ്ങളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ സ്മരണയിൽ വരട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ സഭയെ നമുക്ക് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയും ഇതിനു വേണ്ടി ത്യാഗപൂർണമായ നിലയിൽ നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം. ഇവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ അന്നത്തെ ഈ കൂനംകുരിശിന്റെ സ്മരണ ഒരിക്കൽ കൂടെ പുലർത്തത്തക്കവണ്ണമുള്ള ഇവിടെ അതിനുള്ള ഒരു സാഹചര്യവും ഒരു കുരിശിന്റെ സാന്നിധ്യവും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിന് മാത്രമല്ല
ലോകത്തിന് മുൻപിൽ നമുക്ക് എടുത്ത് ഓർമ്മിപ്പിക്കാവുന്ന വിദേശ മോൽക്കോയ്മ ഒരു വിധത്തിലും നമുക്ക് അനുവദിക്കാൻ നിവൃത്തിയില്ലെന്നുള്ള സന്ദേശവും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് ഒരിക്കൽ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള മലങ്കര സഭയുടെയും വ്യക്തിപരമായ എൻ്റെയുമുള്ള സ്നേഹവും ആദരവും എല്ലാം അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചരിത്ര സംഗമത്തിന് മുഖ്യ അതിഥികളിൽ ഒരാളായ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ആശംസകൾ അറിയിക്കുന്നു. സമാദരണീയനായ മലങ്കര സഭയുടെ ആത്മീയ നേതാവ് തിരുമേനിയുടെ മുമ്പിൽ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാനൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ ഈ ശുഭ മുഹൂർത്തത്തിൽ ധന്യമായ നിമിഷത്തിൽ പങ്കാളിയാകാനും ഈ ആത്മീയ ദേവാലയത്തിൻ്റെ കവാടത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പിതാക്കന്മാരും വിശ്വാസികളും മലങ്കര സഭയുടെ വലിയ വലിയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ സാധാരണ ഒരു എളിയ അഭിഭാഷകനായ എനിക്ക് ഇവിടെ തിരുമേനിയുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുവാനുള്ള യോഗ്യത എന്തേ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ജോൺ സാറിനോട് പറയുകയും ചെയ്യും. ജോൺ സാമുവൽ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ഞാൻ ജോൺ ചേട്ടാ എന്ന് വിളിക്കും, ഇത്തരം ഒരു കർമ്മം ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. കാരണം കൂനിന്മേൽ കുരിശിനെ സംബന്ധിച്ച് കൊച്ചുനാളുകളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചരിത്രം മനസ്സിലാക്കുവാനും മഗ്ദലന മറിയം വള്ളത്തോളിൻ്റെ കഥാപ്രസംഗം നടത്തി സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ 1ാം സമ്മാനം കിട്ടുവാനൊക്കെ ഭാഗ്യം കിട്ടി. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കൊച്ചുനാളുകളിലേക്ക് ഞാനിങ്ങനെ ഓർത്തുപോയി. ഞാൻ പഠിച്ചത് ഒരു ക്രൈസ്തവ സ്കൂളിലാണ്, ഗ്രാമത്തിൽ. ആ പഠനം നടക്കുന്ന സമയത്ത് ക്രൈസ്തനെ അറിയുന്നത് സ്റ്റെല്ല എന്ന് പറയുന്ന സിസ്റ്റർ, കണക്ക് പഠിപ്പിക്കുന്ന സിസ്റ്ററാണ് എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തന്നെ. സ്റ്റെല്ല ടീച്ചർ എനിക്ക് എൻ്റെ ഒരു അമ്മയെ പോലെയായിരുന്നു. എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചതും തമാശകൾ പറഞ്ഞു തന്നതും നന്മയുടെ ഇതളുകൾ എൻ്റെ മനസ്സിൽ കടത്തിവിട്ടതും ഒക്കെ സ്റ്റെല്ല ടീച്ചറായിരുന്നു. ഇന്നിപ്പോൾ സ്റ്റെല്ല ടീച്ചർ ഇല്ല, നമ്മളിന്ന് കാലം ചെയ്തു പോയി. അപ്പോൾ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചുള്ള ചരിത്രം ഞാൻ മനസ്സിലാക്കുന്നത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഹിന്ദു സമൂഹത്തിന് സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ നൽകിയ, അല്ലെങ്കിൽ ബുദ്ധ സന്ദേശങ്ങളാണെങ്കിലും ജൈന സന്ദേശങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ AD 52 ഈ നമ്മുടെ ഭാരതത്തിലേക്ക്, അന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് തന്നെ നമ്മൾ പറയുന്ന മുസ്ലിംസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലേക്ക് ക്രൈസ്തവ സഭയുടെ സന്ദേശങ്ങളുമായി കടന്നു വന്ന ആ വലിയ ചരിത്രം നാം ഓർത്തുപോവുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് ക്രൈസ്തവ സഭ ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്നത് AD 52 ഒരു തർക്കം നിൽക്കുന്നു, അല്ല AD 6ാം നൂറ്റാണ്ടിലാണെന്ന് വേറെ തർക്കം നിൽക്കുന്നു. എന്തൊക്കെയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ക്രൈസ്തവ സഭ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാരതത്തിലേക്ക് ആ സന്ദേശം എത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും ആർദ്രമായ, സാർവദേശികമായ, നൈതികമായ ആ ഒരു സ്വഭാവ ഗുണം അല്ലെങ്കിൽ ഒരു സംസ്കാരം ലോകത്തിന് സമ്മാനിച്ച ആ സഭ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ സന്ദേശം, ഈ ഒരു ദേവാലയം, ആത്മീയതയുടെ ഒരു വലിയ കവാടം ഇവിടെ തുറക്കപ്പെടുന്നത് നമ്മുടെ മതേതര ഭാരതത്തിൽ തന്നെ അതൊരു മാതൃകയാണ്. പ്രത്യേകിച്ച് ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് നമുക്ക് വരാനും ഇതിൽ പങ്കെടുക്കുവാനും ഈ ആത്മീയതയിൽ പങ്കുകൊള്ളാനും കഴിഞ്ഞതിൽ നിങ്ങളെപ്പോലെ ഏവരെപ്പോലെ തന്നെ ഞാനത് വളരെ സന്തോഷപൂർവ്വം മനസ്സിൽ ഉൾക്കൊള്ളുന്നു. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പിതാവിൻ്റെ മുമ്പിലും ഞാൻ വയ്ക്കുന്നത്. ബഹുസ്വരത നമ്മുടെ രാജ്യം നേരിടുന്ന ബഹുസ്വരതയാണ്. എല്ലാവരും ചേർന്നിട്ടുള്ള നൂറുകണക്കിന് മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചേർന്ന ഒരു ബഹുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയ രാഗം എന്ന് പറയുന്നത്. പക്ഷേ ആ ആത്മീയ രാഗത്തിൽ നിന്ന് അപസ്വരങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ആ അപസ്വരത എന്ത് എന്നുള്ളത് എന്നെക്കാളും കൂടുതൽ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ അപസ്വരത നമുക്ക് എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കാലികമായ നമ്മുടെ ഇന്നത്തെ സമകാലിക ഭാരതത്തിൻ്റെ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു ചെറിയൊരു ഉദാഹരണം ഞാനിവിടെ സൂചിപ്പിക്കാം. ഡൽഹിയിലെ ഒരു പള്ളി ആക്രമിക്കപ്പെടുന്ന ദിവസം നമ്മുടെ കേരളത്തിൽ അത് വലിയ ചർച്ചയായിരുന്നു.
അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഷ്വൽ മീഡിയയിൽ പങ്കെടുത്ത ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം നടത്തിയ കമ്പയർ ചെയ്തിരുന്ന എൻ്റെ എതിർഭാഗത്തിരുന്ന ഒരാളോട് ചോദിച്ചു, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ദേവാലയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോസ്കോ ഇന്ന് ആക്രമിക്കപ്പെട്ട വാർത്ത വന്നിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുമായിരുന്നു എന്നും, ഒന്നും സംഭവിക്കാതെ അതിന് സഹനശക്തിയോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സഭ ഇന്ത്യയിലുള്ള എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷാ നിർഭരമാണെന്നും ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ പിന്നെ മനസ്സിലാകുന്ന 6 പള്ളികൾ ആക്രമിക്കപ്പെടുന്ന ഒരു ചരിത്രം ഡൽഹിയിലുണ്ടായി. അറിയുന്നത് അവിടെ കൊള്ളക്കാര് അല്ലെങ്കിൽ മോഷ്ടാക്കളൊക്കെ കയറിയെന്നൊക്കെയാണ്. അതുമായിക്കൂടെ ഇതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ 6ാമത്തെ പള്ളി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഡൽഹി പോലീസ് കമ്മീഷനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്, ഇനി എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാന പ്രശ്നം, ഒരു പള്ളി ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർക്ക് അത് ഇടപെടാനും മറ്റൊരു പള്ളി ആക്രമിക്കപ്പെടരുത് എന്നുള്ള കർക്കശമായ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ പ്രാപ്തനായ, അല്ലെങ്കിൽ അതിൽ കഴിവുള്ള, അല്ലെങ്കിൽ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനമന്ത്രി അത് ചെയ്യാതെ 6ാമത്തെ പള്ളി ആക്രമിക്കപ്പെടുന്നവരെ കാത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അപ്പോഴും ഈ 6 പള്ളികൾ ആക്രമിക്കപ്പെട്ടപ്പോഴും ഇന്ത്യയിലെ ക്രൈസ്തവ സഭ പ്രതിഷേധങ്ങൾ മനസ്സിൽ ഒതുക്കി അടക്കിക്കഴിഞ്ഞപ്പോഴും അതിനെതിരെ മറ്റൊരു ആക്രമത്തിൻ്റെയോ ഏതെങ്കിലും മറ്റൊരു അപസരതയുടെയോ പാത സ്വീകരിച്ചില്ല എന്നുള്ളത് ഇന്ത്യയിലെ മതേതരത്വത്തിന് ക്രൈസ്തവ സഭ നൽകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമായി ഞാൻ കാണുകയാണ്. ഈ അവസരത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ജോൺ ചേട്ടൻ എന്നെ വിളിച്ചത് വിഷ്വൽ മീഡിയയിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആണ്. അടുത്ത ദിവസം ഞാൻ RSSന്റെ അഖിലേന്ത്യാ നേതാവായിരുന്ന ശ്രീ മോഹൻ ഭാഗവതിനെ കാണാൻ പോയ ഒരു അവസരം നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് പ്രധാനമായി ചോദിച്ച 5 ചോദ്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. BJP അധികാരത്തിൽ, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഒരു സത്യം നിങ്ങളോട് പറയുകയാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലൊരു മുറിപ്പാട്, ഒരു അസ്വസ്ഥത. നമ്മൾ സുരക്ഷിതരല്ല, നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ ആചാരങ്ങൾക്കും നമ്മുടെ അസ്തിത്വത്തിനും എന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിലൊരു ആശങ്ക ഉണ്ട്, അതിലെങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു മറുപടിയായിരുന്നു. ദൃശ്യമാധ്യമങ്ങളൊന്നും അവിടെ പ്രവേശിക്കാത്തത് കൊണ്ട് അതൊന്നും തന്നെ വാർത്തയായില്ല നമ്മുടെ കേരളത്തിൽ. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം ഹിന്ദുക്കളുമുള്ള ഈ രാജ്യത്ത് സഭ കടന്നു വന്നപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വാസ്തുശില്പത്തിലും സംഗീതത്തിലും സഹനശക്തിയിലും ആർദ്രതയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒക്കെ തന്നെ ഒരുപാട് പങ്കുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞത് സഭയുടെ വരവോടുകൂടിയാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചത് ദുഃഖകരമായ കാര്യമാണെന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുള്ള ആ പേടി അകറ്റുവാൻ അങ്ങൊരു അഖിലേന്ത്യാ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ എന്ത് പറയുവാനുണ്ട്, ആ സന്ദേശം എന്ത് നൽകുവാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രതീക്ഷയോടെയാണ്. അത്തരം ഒരു ഫീലിംഗ് ഒരിക്കലും ഇനി ഉണ്ടാകുന്ന സംഭവം ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നും, അങ്ങനെ ഉണ്ടായാൽ വക്കീലിന് എപ്പോൾ വേണമെങ്കിലും എന്നെ ബന്ധപ്പെടാമെന്നും ആ ഉറപ്പ് ഞാൻ നൽകുന്നു എന്ന ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോഴൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ മതേതരത്വം, ആ ബഹുസ്വരത നമുക്കെന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന അവസരം എന്ത് അസ്വസ്ഥതകൾ വന്നാലും ഉണ്ട് എന്നൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ മതവും മതബോധനവും സ്നേഹവും സാഹോദര്യവും ഒക്കെ തന്നെ ലോകത്തിന് തന്നെ സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് അനുവർത്തിക്കാനുള്ളത്. അമേരിക്കയിൽ ഞാനൊരു 6 മാസത്തിന് മുമ്പ് 1 മാസം അമേരിക്കയിലെ വിവിധ ജില്ലകളിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാനങ്ങളിലൂടെയും ഫ്ലോറിഡയിലും ടെക്സാസിലുമൊക്കെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ അവസ്ഥകൾ പഠിക്കുവാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം, അവിടെയുള്ള ഓരോ മനുഷ്യരും, പ്രത്യേകിച്ച് മലയാളികൾ, അവരവരുടെ കഴിവുകളും അവരുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർ സ്വതന്ത്രരായി പ്രവർത്തിച്ച് അവരെല്ലാവരും ആത്മാഭിമാനത്തോടെ കഴിയുമ്പോഴും അവർ കേരളത്തെ ഓർത്ത് വളരെ അഭിമാന പുരസ്സരം നിൽക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ചലനങ്ങളും അവരുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ മതങ്ങളെയും, എല്ലാ വിശ്വാസങ്ങളെയും, എല്ലാ ആചാരങ്ങളെയും, എല്ലാ സത്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മഹാസാഗരമായി നമ്മുടെ ഈ ഒരു സംസ്കാരം തുടർന്നു പോകാനുള്ള എല്ലാ പങ്കും നമ്മൾ വഹിക്കണം. ഏത് അസ്വസ്ഥതകൾ വന്നാലും അതിനെ നേരിടുവാനും അതിന് സഹനശക്തിയോടുകൂടി നമുക്കതിനെ എതിരിടുവാനുമുള്ള മനഃശാന്തി ഉണ്ടാകണം. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനും ആത്മീയതയിൽ നിറമാടുവാനും കഴിയുന്ന എല്ലാ നല്ല ദിനങ്ങളും ഇനി ഉണ്ടാകട്ടെ. പുതുവത്സര ആശംസകളെല്ലാം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് തിരുമേനിയുടെ എല്ലാ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സാമൂഹിക രാഷ്ട്രീയ മതേതര വേദികളിൽ മലങ്കര സഭയുടെ ശബ്ദം. മലങ്കരയുടെ പ്രിയപുത്രൻ
നിയമസഭയിലെ മുൻ സാമാജികൻ ബഹുമാനപ്പെട്ട TS ജോൺ സാറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനി, അഭിമന്യരായ അറമ്പാച്ചൻ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ ഇന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട കൽക്കുരിശ് ലോകത്തിലുള്ള മലയാളികൾക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിനെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഓർത്തഡോക്സ് സഭ രൂപം കൊണ്ടത് ഇവിടെ വെച്ചാണ്. നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ച കഷ്ടത എത്രമാത്രമുണ്ട് എന്ന് നാം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ സുഖമായി ജീവിക്കുന്നു. ശിവമഠത്തിൽ ഇവിടെ പ്രതിപാദിച്ചതുപോലെ വളരെയധികം സമാധാനത്തോടുകൂടി നാം കഴിയുന്നു. ശിവമഠത്തിൽ ക്രിസ്തു ഈ രാജ്യത്ത് ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്ന സമാധാനത്തിൻ്റെതായിരുന്നു. ആ സമാധാനത്തിൻ്റെ സന്ദേശം കൊണ്ടാണ് 6 ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ സമാധാനത്തിൻ്റെ ദൂതുമായി ക്രിസ്ത്യാനികൾ ഇന്ത്യ മഹാരാജ്യത്തെ മതേതരത്വം നിലനിർത്താനും മതസൗഹാർദ്ദം നിലനിർത്താനും ശ്രമിച്ചത്. എന്താണ് നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ച ബുദ്ധിമുട്ടും കഷ്ടതയും എന്ന് നിങ്ങൾക്കറിയാം. മെനസസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി നമ്മുടെ ആളുകളെ തകർത്ത് അടിച്ചമർത്തി കൊലപാതകം നടത്തി അച്ഛന്മാരെ പോലും വെട്ടിമുറിച്ച് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിരുന്ന ഒരു സഭയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ, അനീതിക്കെതിരെ ശബ്ദിച്ച 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുരിശിന്മേൽ ഒരു വടം കെട്ടി സത്യപ്രതിജ്ഞ ചെയ്തു. ഞങ്ങളുടെ സന്തതിയുള്ള ഒരു കാലം ഈ പറങ്കികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. അത് പാലിക്കാനുള്ള ബാധ്യത ഓർത്തഡോക്സ് സഭയിലെ ഓരോ അംഗത്തിലുമുണ്ട്. മറ്റ് സഭകളിലേക്ക് കടന്നു വരുന്നവരുടെ ശിക്ഷ എന്തായിരിക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളിൽ നിന്ന് പോകുന്നവരുടെ. കാരണം നമ്മുടെ പൂർവികന്മാർ ചെയ്ത പ്രതിജ്ഞ, ആ പ്രതിജ്ഞ അതേപടി പാലിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ സഭ പ്രശസ്തമായ ഒന്നാണ്. ഈ സഭ സമ്പന്നരുടെ, അതായത് വിദ്യാസമ്പന്നരുടെ ഒരു സഭയാണ്. ഈ സഭ സമാധാനകാംക്ഷികളുടെ സഭയാണ്. മറ്റുള്ളവർക്ക് സന്ദേശം നൽകാൻ, സമാധാനത്തിൻ്റെ സന്ദേശം നൽകാൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സഭയാണ്. ഇതിൻ്റെ പ്രശസ്തി വളരെ വലുതാണ് എന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ പ്രദേശത്തുമുള്ള നമ്മുടെ ആളുകൾ സമാധാനത്തിൻ്റെ സന്ദേശം ആ പ്രദേശത്ത് പരത്തുന്നു. ഈ സഭയെ നയിക്കുന്നത് കാതോലിക്ക ബാവ, മലങ്കര മെത്രാപ്പോലീത്തായുമായ നമ്മുടെ ബാവാ തിരുമേനിയാണ്. നമ്മുടെ തിരുമേനിമാർ, സഭയുടെ സെക്രട്ടറി ഇവിടുണ്ട്, ജോർജി ഉണ്ട്. ഇവരെല്ലാം സഭയെ നേർവഴിക്ക് നയിക്കുന്നു. ആ നയിക്കുന്ന സഭയോടൊത്ത് പ്രവർത്തിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് വലിയ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. ഈ സഭ തീർച്ചയായും ലോകത്തിന് സമാധാനത്തിന് സന്ദേശം നൽകുന്ന സഭയാണ്. ഈ സഭ ചെറുതല്ല, വലുതാണ്. മറ്റുള്ളവർ അംഗത്തിൽ കൂടിയ സഭകൾ ഈ രാജ്യത്തുണ്ടാകാം ഭാരതത്തിൽ. പക്ഷേ ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ സഭയാണ്. ഈ സഭയുടെ പ്രവർത്തന ശൈലിയാണ് മറ്റുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ അവരുടെ പ്രവർത്തന ശൈലി നമ്മൾ സ്വീകരിച്ചതല്ല. നമ്മുടെ പ്രവർത്തന ശൈലിയാണ് മറ്റുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളൊരു വരവണ്ണം നമ്മുടെ പൂർവികന്മാർ നമ്മളെ ഏൽപ്പിച്ച കടമകൾ വരവണ്ണം വ്യതിയാനം വരുത്തുന്നില്ല. എല്ലാ
എല്ലാ കാര്യങ്ങളിലും അർദ്ധരാത്രി കുർബാനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും വെട്ടിക്കുറയ്ക്കുന്ന ഒരു സഭയല്ലിത്. മറ്റു സഭകളെല്ലാം വെട്ടിക്കുറച്ചു. പക്ഷേ നമ്മുടെ സഭ, നമ്മുടെ പൂർവികന്മാരെ നമ്മൾ പഠിപ്പിച്ച പ്രമേൽപ്പിച്ച കാര്യങ്ങൾ വളരെ പ്രശസ്തിയോടുകൂടി അത് പേറിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സഭയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഈ കൂനംകുരിശ് ദേവാലയം, കൽക്കുരിശ്, ഇത്രയും സുന്ദരമായ ദേവാലയം കൽക്കുരിശുണ്ടാക്കിയ ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കട്ടെ. അച്ഛനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കും. ഈ അഭിനന്ദനാർഹമായ ചരിത്ര പ്രസിദ്ധമായ പ്രദേശത്തെ ഓർത്തഡോക്സ് സഭയുടെ പ്രശസ്തി വളർത്തുന്നതിന് വേണ്ടി ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കാളിയാകാൻ ഒരു അവസരമുണ്ടാക്കി തന്ന അച്ഛനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ഈ ചരിത്രഭൂമിയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന കൽക്കുരിശിന്റെ പുനഃപ്രതിഷ്ഠ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിനോട് ഈ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ച് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം വിനീതമായിട്ട് ഈ ജനസമൂഹത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. മരിച്ച കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് ജീവൻ ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ, ഞങ്ങളുടെ കാവലിനു വേണ്ടി സജീവമായ നിന്റെ കുരിശ് എന്ന് ഞങ്ങൾ ഇവിടെ സ്ഥാപിക്കുന്നു. ഞങ്ങളെ ഇതിനാൽ സന്തോഷിപ്പിക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങൾ വസിപ്പിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ സന്ദർശിച്ച് ആദരവയോടെ ഞങ്ങളുടെ രോഗവും വേദനയും സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ ദൈവം തമ്പുരാനെ, നിന്റെ കരുണയാൽ കോപസൂചകമായ എല്ലാ ശിക്ഷകളിൽ നിന്നും താടനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പൂവാനമതിൽ തൻ കുരിശാൽ മോദം ചേർത്തോൻ ദേവേശ, സഭയിൽ തുഴയും പ്രജകൾ തൻ രക്ഷയുമേകി ദേവേശ. ചെയ്യുക കാരുണ്യം തവ ക്രൂശകർണാണിച്ച വിശ്വാസികളാനീച്ചു. സഭയും സുതരും കുരിശോട് സവിതേ പൂജിപ്പൂ ദേവേശ. കാരുണ്യം നിന്റെ സമാധാനത്തോമോദം നൽകി സ്ലേബമൂലം ഞങ്ങളുടെ പാപം പോക്കിടുക ദേവേശ. ചെയ്യുക കാരുണ്യ ക്രൂശിതനുടെ സ്ഥാപനയിൽ സ്തുതി പാടാറാക്കിയ നാഥ. ശക്തിയതാൽ കേടന്യ രക്ഷിതരാകാൻ ദേവേശ. കാരുണ്യ താമക കുരിശിൻ പാർശ്വേ സഭയുടെ കാത്തണമേ. ക്രോധാലുളവാം വീഴ്ചകൾ നീക്കണമേ ദേവേശ. കാരുണ്യം വായാൽ ചെയ്യുക കാരുണ്യം. താതസുതാൽമാം നയവാൻ വന പോലെ തളർത്തിടുമേ. ഹാലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ പോച്ചിടുമേ. ഹാലേലൂയ വർദ്ധിക്കുമോ അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ. പോലെ പുറോവൽ റൂഹോ കാദീശോ. സോയമേ ബലിയായോൻ യേശുവിനായി ആഗമതായോൻ മഹത്തോമ. പരനുടെ കൃപയെങ്ങുണ്ടാകാൻ യാചിക്കണമെങ്ങൾ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാകരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറഖ്മോർ തന്റെ നിമിത്തമായിട്ട് സഹദേന്മാർ വധിക്കപ്പെട്ടു എന്ന വന്യനായ കർത്താവും
അധർമ്മികളായ രാജാക്കന്മാരെ ജയിപ്പാനായി തന്റെ ദാസന്മാരെ യോഗ്യരാക്കി തീർത്തനാഥനും കൃപാന പോലെ അവരുടെ രക്തത്തെ കൈക്കൊള്ളുന്ന സഹദേവന്മാരുടെ നായകനും ആരുടെ സ്മാരകമായി ഈ കുരിശുകൾ സ്ഥാപിച്ച് ആരുടെ പ്രാർത്ഥന പോലെ അമലമാക്കുന്ന പരിശുദ്ധനായ ഗൗരീസഹനായ നിർമ്മലീകരിപ്പാൻ തിരുവുള്ളമുണ്ടായമായ സർവശക്തനായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ കുരിശ് സ്പർശിക്കപ്പെടുന്ന ഈ സമയത്തും സ്വല പെരുന്നാളുകളും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗ്ലൗന്യവുമോ സദഹായമീൻ. പ്രകാശവും പരിശുദ്ധന്മാരെ പ്രകാശിക്കുന്നവനുമായ ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ, ഒരുവൻ തൻ്റെ സ്നേഹത്തിന് വേണ്ടി തൻ്റെ ജീവനെ വയ്ക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഹീനന്മാരും അയോഗ്യരുമായ നിന്റെ ദാസനാകുന്ന ഞങ്ങളെ നീ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്നെ തന്നെ നീ വെറുമിയാക്കി മരണത്തിൻ്റെയും പാപത്തിൻ്റെയും കഷ്ടതവയാൽ ഞങ്ങളെ രക്ഷിപ്പാനായി കഷ്ടതകളും സ്ലീവായും മരണവും നിരക്കായി നീ ഒരുക്കുകയും സഹദേവന്മാരെ നിന്റെ കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാനെ, നിന്റെ വാത്സല്യമുള്ള മാർഗ്ഗീകരിച്ചതായി ഇപ്പോൾ ഞങ്ങൾ പുകഴ്ത്തുന്നു. അവൻ ലോകത്തെ ഉപേക്ഷിക്കുകയും മരണത്താൽ നിന്നെ കണ്ടെത്തുകയും ചെയ്തു. അവൻ തൻ്റെ കഴുത്തിലെ രക്തത്താൽ മാമോദീസ വീഴുകയും സത്യജീവനാകുന്നതിനെ സമ്പാദിപ്പനായ അവൻ്റെ ജീവനെ നശിപ്പിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ സഭയാകുന്നതിൻ്റെ തോട്ടത്തിലെ വേലയിൽ തൻ്റെ ആയുസ്സിനെ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ നിന്റെ തിരുസന്നിധിയിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മാർഗ്ഗയുടെ സ്മാരകമായി നിന്റെ കുരിശ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് അവൻ ആ പിതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ സങ്കേതം പ്രാപിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാർഗ്ഗീവർഗീസയുടെ പ്രാർത്ഥനയാലും നിന്റെ സ്ലീബായുടെ ശക്തിയാലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഷണ്ഠകൾ മാഞ്ഞു പോകണമേ. കലഹങ്ങൾ ശമിക്കണമേ. തർക്കങ്ങൾ ഇണങ്ങണമേ. കോപസൂചകങ്ങളായ വടികൾ ഒടിഞ്ഞു പോകണമേ. രോഗികൾ സുഖം പ്രാപിക്കണമേ. ബലഹീനർ ശക്തിപ്പെടണമേ. തളർന്നിരിക്കുന്നവർ സ്ഥിരപ്പെടണമേ. പിശാചുകൾ പുറത്താക്കപ്പെടണമേ. പരീക്ഷകൾ ദൂരീകരിക്കപ്പെടുകയും പാപങ്ങൾ മോചിക്കപ്പെടുകയും ചെയ്യണമേ. വിശ്വാസികളായി വാങ്ങിപ്പോർ ആശ്വാസം കൈക്കൊള്ളണമേ. ഞങ്ങളും അവരും മാർഗ്ഗീസഹനായ കിരീടം ധരിപ്പിക്കുന്നവനായ പിതാവിനും അവനെ ശ്രേഷ്ഠപ്പെടുത്തുന്ന വന്യപുത്രനും അവൻ്റെ പോരാട്ടങ്ങളെ പൂർണ്ണമാക്കി തീർക്കുന്ന പരിശുദ്ധൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോർ ഹോശോ വബകുലസുമാൻ ലെവൽ ബി. Benaloganakabel busoyo de dobe su conodo toge batrai con el melavolem valmem. Morgi varugi sagada satane vellan porin nagadana vidayam nedidum vanil ninne vambavana sonamodi. Alleluia yoga alleluia jayaviran mayanan barak Vagola bola buro val ruvo kadisho Sagadagi varuge Sangara rekshakya Yajodu yajika Yajana mula Satale jikyum dan sairyam dolku Alleluia yoga Alleluia Srima Sangedam Muriyorahan melenu മറക്കുമോർ രക്തസാക്ഷികൾക്ക് കിരീടം നൽകുന്ന കർത്താവേ, പരിശുദ്ധനായ മാർഗ്ഗീവർഗീസഹതായുടെ സ്മാരക കുരിശിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ സുഗന്ധധൂപത്തെ അങ്ങേ കൈക്കൊള്ളണമേ. അവൻ്റെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിച്ച് കുറ്റങ്ങൾക്ക് മാപ്പ് തരണമേ. കോപസൂചകങ്ങളായ ശിക്ഷകളെ നീക്കിക്കളയണമേ. ഈ കുരിശിൽ സങ്കേതം പ്രാപിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രകാരത്തിലും സഹായം കൈക്കൊള്ളണമേ. പരിശുദ്ധ സഹതായുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. വിശ്വാസ പോരാട്ടക്കാരെ ശ്രേഷ്ഠരാക്കുന്നതിൻ്റെ തിരുനാമം എന്നും മഹത്വീകരിക്കപ്പെടണമേ. മറക്കുമോ വെല്ലും
ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ദ്വേഷികളെ മെതിച്ചിടും നിന്നാമത്തിൽ. മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെയ്തെടുത്ത് മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധേവെങ്കിലെ ദൈവത്തിന്റെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിൻ്റെ ജീവനക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ാവുന്നു നമ്മുടെ രക്ഷിതാവിന്റെ സ്തുതികളും നാലാത്മീയത്തിന് അനുഗ്രഹങ്ങളും എന്നേക്കും. വിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമാകുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപസഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടാടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളെല്ലാം നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രയും. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായിട്ട് മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ഗീവർഗീസയുടെ മധ്യസ്ഥയിൽ അഭയം കൊള്ളുകയും ഇതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഭക്തജനത്തിൻ്റെ സഹായത്തിനും തുണയ്ക്കും അനുഗ്രഹത്തിനുമായി ഈ കുരിശ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഭസ്മോദാബോ ഉദാപുറോ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശം സത്യത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാശ്രപിതാവിനോട് ചേർന്ന മനുഷ്യനായി പന്തിയോസില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെയും വിധിപ്പാൻ തന്റെ വലിയ പാപത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യം അവസാനമില്ലാത്തവരുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവും പിതാവിനോട് പുത്രനോട് സ്നേഹിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും വന്നിട്ട് സംസാരിച്ചവനുമായ ജീവനുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാവും നിങ്ങൾ ഞങ്ങൾ നോക്കി പാർക്കുന്നു. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ ദേശികളെ മെതിച്ചിടുന്നേ നാമത്തിൽ. വൈരികളിൽ നിന്നും കാത്തങ്ങളെ നീ ഹല്ലേലൂയ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു പാർക്കുമോ. സ്ലീബാവെന്നു വെല്ലുന്നു വന്നു സ്ലീബായെ സാക്ഷിച്ചോർക്ക സ്ലീബായാകട്ടെ കോട്ട കൂട്ടായുള്ള ദുഷ്ടനെ നാം പേടിക്കില്ല. തന്റെ വ്യായുധാരികളാം നമ്മൾക്കും നദിയുണ്ടാകും പാറയ്ക്കുമോ. സിയോനിൽ നിന്നും പോയോ മൃതന്യാസികളിന്മീതെ ചൊരിയട്ടെ
കരുണ പാലിനി മുറിയോറാഹെ മേലനു ആധാരേ ക്രൂശിതനാമീശോ സ്തോത്രം പാറപിളർന്നു തൻ ധ്വനിയാൽ മുതലേറി സ്തോത്രം പാടി പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവന്റെ പിന്നോൻ കാരകിൽ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർ പുഷ്ടികളും പാറയ്ക്കുമോ പോലെ പറോ അൽ റൂഹോ കാദീശോ മനോലം ഉൽമിനമേ ഒരുപോലിങ്ങും മാർഗി വർഗി സഹദാ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻകാലോസ് കുറിയേലായിസു ഭാഗ്യം നിബിയാർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാറയ്ക്കുമോ പോലെ പുറോ അൽ റൂഹോ കാദീശോ കാൺമാൻ ഭക്ഷിച്ചൊരു സഹദ് വളച്ചിറകുകൾ പൂണ്ടുന്നതമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെന്തൻ കോപത്തിൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ കുരിശേ പ്രതിഷ്ഠയിലെ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവിക സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കട്ടാക്കി തീർക്കുമാറാകട്ടെ. കൂനംകുരിശ് സത്യം നടത്തിയ പൂർവ്വസ്യൂരികളെ സ്മരിച്ചുകൊണ്ട് കൽക്കുരിശിൽ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ദീപം തെളിയിക്കുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു വെളിവിയടിയാരഖില ധാരമതാ വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ ഭാവൻ ശോഭിപ്പിക്കെന്നും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ശീർഷകത്വത്തിന്റെയും പ്രതീകമായി പൂർവ്വസ്വീരികൾ ഉയർത്തിക്കാട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ സത്യപ്രതിജ്ഞ ഇത് ഈ മണ്ണിൽ ഒരിക്കൽ കൂടി നമ്മൾ മുഴക്കുകയാണ്. ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹവും ഇവിടെ ഏറ്റുചൊല്ലപ്പെടുന്ന സത്യത്തെ ഏറ്റുചൊല്ലണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ കടന്നു വരുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മലങ്കരയുടെ അധ്യക്ഷനായിരുന്ന ആർച്ച് ഡീക്കൻ തോമ ഒന്നാമൻ ഉയർത്തിക്കാട്ടിയ സത്യവിശ്വാസം അന്ന് ആ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യത്തിൽ ചെങ്ങന്നൂർ സ്വദേശിയായിരുന്ന ഇട്ടിത്തോമൻ കത്തനാർ ഉയർത്തിക്കാട്ടിയ സത്യപ്രതിജ്ഞ ഇതാ ഈ മണ്ണിൽ ഒരിക്കൽ കൂടി ഉയർത്തപ്പെടുകയാണ്. കൽക്കുരിശിൽ കെട്ടിവെച്ചിരുന്ന ആലാത്തിൽ പിടിച്ചുകൊണ്ട് 10,000 ചൊല്ലി ഇന്ന് തലമുറയായി മാർത്തോമ പകർന്നു നൽകിയ വിശ്വാസത്തെ 2000 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും ഈ ആലാത്തിൽ പിടിച്ചുകൊണ്ട് ഹൃദയത്തെ ചേർത്ത് വെച്ച ആ സത്യപ്രതിജ്ഞയെ ഒരിക്കൽ കൂടി നാം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. യാതൊരു വിധമായ വൈദേശിക ആധിപത്യത്തിനും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ അടിയറ വെക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള പൂർവ്വസൂരികൾ ഉയർത്തിയ സത്യവിശ്വാസത്തെ ഈ പുണ്യഭൂമിയിൽ നമ്മൾ വീണ്ടും ഉയർത്തുകയാണ്. സത്യപ്രതിജ്ഞ വാചകത്തെ പറ്റി ആരംഭമായി പ്രാമുഖമായി ആമുഖവാക്കുകൾ പറയുവാൻ തക്കവണ്ണം ജോൺ ഷമുവേൽ കുരുവിളയെ ക്ഷണിക്കുകയാണ്. 1653 ജാനുവരി 3 മലങ്കരയിലെ സഭാപിതാക്കന്മാർ വൈദേശിക മേധാവിത്വത്തിനും അടിമത്തത്തിനും എതിരായി നടത്തിയ ധീരമായ സ്വാതന്ത്ര്യ സമരമാണ് കൂനൻകുരിശ് സത്യമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മതസ്വാതന്ത്ര്യത്തിന് ധീരമായ നേതൃത്വം കൊടുത്ത തോമ ആർക്കദിയോക്കിനെയും ഇട്ടിത്തോമൻ കത്തനാർ തുടങ്ങി ആ സമരത്തിൽ പങ്കെടുത്ത 25,000-ൽ പരം പിതാക്കന്മാരെയും നാം ഇവിടെ ഇന്നേ ദിവസം അനുസ്മരിക്കുന്നു. ഈ മഹാസംഭവത്തിന്റെ 363-ാം വാർഷികമായ ഇന്നേ ദിവസം
മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മാർത്തോമ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആരുടനായി ആയിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഈ കൽക്കുരിശിന്റെ പുനഃപ്രതിഷ്ഠാകർമ്മം പൂർത്തീകരിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് ഈ കരിങ്കൽ കുരിശിൽ കെട്ടിയ കയറിൽ പിടിച്ച് അന്ന് ഇട്ടിത്തൊമ്മൻ കത്തനാർ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകം ഇപ്പോൾ ബഹുമാന്യനായ ജോൺ ഡാനിയൽ കോറെപ്പിസ്കോപ്പ ഇവിടെ നമുക്ക് വേണ്ടി ചൊല്ലിത്തരികയും നാം അത് ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. പരിശുദ്ധ സഭയോടുള്ള നമ്മുടെ ഭക്തിയും കൂറും ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. AD 52 മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ സ്ഥാപിച്ച മലങ്കര സഭ സ്വയം ശീർഷകത്വമുള്ള സ്വയം ഭരണാവകാശമുള്ള ഭാരതത്തിന്റെ ദേശീയ സഭയാണ്. യാതൊരു വൈദേശിക ബന്ധവും അടിമത്വവും ഈ സഭയ്ക്കില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ ശുഭമുഹൂർത്തത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്തുകൊണ്ട് ഇതിന് സാക്ഷികളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കൂനം കുരിശിൽ കെട്ടിയിരിക്കുന്ന ചരടിൽ ഈ ദേവാലയത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവരും പിടിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം മാർത്തോമൻ നസ്രാണികൾ ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും വൈദേശിക മേധാവിത്വവും വൈദേശിക ആചാരങ്ങളും ഉപേക്ഷിക്കുന്നു. ഭാരതീയ പൈതൃകത്തിൽ മാർത്തോമായുടെ മാർഗം ഞങ്ങൾ പിന്തുടരും. ഇത് സത്യം സത്യം സത്യം. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. മാർത്തോമായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ, മാർത്തോമായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ, കാതോലിക്ക സിംഹാസനം നീണാൾ വാഴട്ടെ, കാതോലിക്ക സിംഹാസനം നീണാൾ വാഴട്ടെ. ജയ് ജയ് കാതോലിക്കോസ്. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ. നസറായനമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. നസറായനമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. കൈമറിഞ്ഞെത്തി വന്യപിതാവിനാൽ ദീപം കൊളുത്തിനി ആയിരമായി, ദീപം കൊളുത്തിനി ആയിരമായി. മാർത്തോമാ സിംഹാസനത്തിൽ പട്ടിണി പാവങ്ങൾക്കെന്നും തുണയായി, രോഗികൾ ദുഃഖിതർ കാലംബമായി, പതിനായിരങ്ങൾ തൻ മക്കൾക്കിടയനായി ഐശ്വര്യ സമ്പൂർണനായി വാഴ്ക, ഐശ്വര്യ സമ്പൂർണനായി വാഴ്ക. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ.
ഈ സംഗമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ജോൺ സാമുവൽ കുരുവിളയെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചരിത്രം ഉറങ്ങുന്നില്ല. ചരിത്രം എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രം മനുഷ്യൻ പഠിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അത് എപ്പോഴും ഉണർന്നുകൊണ്ടേയിരിക്കുന്നു. കൂനംകുരിശ് സത്യം നടന്ന 363 വർഷം മുമ്പ് നടന്ന ഈ ചരിത്രം ഇവിടെ ഇന്ന് നമ്മളെ ഓർക്കുകയും അനുസ്മരിക്കുകയും അതിന്റെ കൽക്കുരിശിനെ ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഈ മുഹൂർത്തം ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് അനേകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ ഇവിടെ വന്നിട്ടുള്ളവർ മാത്രമൊന്നല്ല, അനേകായിരങ്ങൾ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, വിശിഷ്യ നമ്മുടെ ഏറ്റവും ബഹുമാന്യ നമ്മുടെ പരമ അധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിന് അദ്ദേഹത്തിന്റെ തൃപ്പാദത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒന്നുകൂടി എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ ദേവാലയം ഈ രീതിയിൽ ഇങ്ങനെ ഇന്ന് ആയിത്തീരുവാൻ ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനയും നിത്യേനയുള്ള പ്രാർത്ഥനയും തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഇതിന്റെ ഈ പ്രോജക്റ്റ്, ഈ ഒരു സ്ഥലം എങ്ങനെ ആയിത്തീരണമെന്നൊരു വിഷൻ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കുവാനും ഇതിനകത്ത് അല്പസ്വരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും നന്ദിയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും പിതാവിന്റെ തൃപ്പാദത്തിൽ എല്ലാവിധമായ സ്നേഹങ്ങളും ആദരങ്ങളും സമർപ്പിക്കുകയും ചെയ്യും. ശ്രേഷ്ഠർ ബഹുമാന്യനായ റംബാച്ചൻ 1-2 ദിവസമായിട്ട് ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ബഹുമാനപ്പെട്ട ജോൺ ഡാനിയൽ കോറപ്പിസ്കോപ്പച്ചൻ, വൈദിക ശ്രേഷ്ഠർ, കൊച്ചിയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട PA വർഗീസ് അച്ഛൻ, ഇവിടെ വന്നിട്ടുള്ള മറ്റുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വിശിഷ്യ ഗ്രിഗോറിയൻ TVക്കും ഇവിടെ വന്നുകൂടിയ ക്ഷമാശന്മാർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.